ശനിക്ക് പ്രിയപ്പെട്ട കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ മറ്റുള്ളവർക്ക് അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ ശനി ഭഗവാൻ പനിഷ് ചെയ്യുന്നത് വളരെ വലിയ തീവ്രമായ ഒരു രൂപത്തിലായിരിക്കും. എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു റിയൽ സ്റ്റോറി പറഞ്ഞാൽ ബോറടിക്കലേക്ക് പറയാം. അവർ തപ്പ് പണിയിട്ട് അവർ മാപ്പ് പറഞ്ഞായിരുന്നു, സംഭവം തീർന്നു. ഇല്ല, നാ പെരിയ തപ്പ് പണിയിട്ട് അവർ അണ്ണ എങ്കിട്ട് മന്നിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇവിടെ ഈ കഥയിൽ ആരാണ് വില്ലൻ, ആരാണ് ഹീറോ? ശനീശ്വര, ശനി ശിങ്കാനപ്പുറം എന്ന് പറയുന്ന ഒരു വീടിലും ഡോറില്ല. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്ഭുതകരമായ ഒരു നമുക്ക് അനുഭവം. അവിടെ കള്ളന്മാരില്ല. പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? അവർ കാശുകൾ സൂക്ഷിക്കുന്ന ഓപ്പൺ ആയിട്ടാണ്. ആരും ആരുടെ കാശ് എടുക്കുന്നില്ല. അത്രയും നീതിയുടെ ദേവതയല്ലേ ശനി. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ കാക്കകൾ നമ്മളെടുത്തോട്ട് അടുക്കത്തില്ല. വേറെ ഏതൊരു ബേർഡിനെക്കാളും നമ്മുടെ മൈൻഡ് സെൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു ബേർഡാണ് കാക്ക. സഞ്ജയേട്ടാ നമസ്തേ. ജയ സാറാം, സം ശനീശ്വരായ നമ. എന്തായാലും ചേട്ടൻ ശനീശ്വരായ നമ പറഞ്ഞുകൊണ്ട് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ് കോഡ് കണ്ടുകൊണ്ടാണ് രാജേഷ് ഈ ആ ഒരു ക്വസ്റ്റിനോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. കൈകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ഉണ്ടാന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം. കൈകളിൽ ഞാൻ പറഞ്ഞല്ലോ, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ പോലെ കൈകളിൽ രേഖകൾ മാത്രമല്ല, നമുക്ക് 9 പ്ലാനറ്റ്സിനും പ്ലേസസ് ഉണ്ട്. നമുക്ക് കയ്യിൽ ഓരോ ഉയർന്ന മണ്ഡലങ്ങൾ മൗണ്ട്സ് എന്ന് പറയുന്ന നമുക്ക് കയ്യിൽ ഇതിനുണ്ട്. അപ്പോ നമുക്ക് മണ്ഡലങ്ങളിൽ എടുക്കുന്ന സമയത്ത് ഓരോ നമ്മുടെ ചൂണ്ടുവരുന്ന താഴെ ജൂപ്പിറ്റർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ വ്യാഴന്റെ ഗുരുവിന്റെ സ്ഥാനമാണ്. നമ്മുടെ നടുവിരലിന്റെ കീഴിലാണ് സാറ്റേൺ മൗണ്ടിന്റെ സ്ഥാനം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ നടുവിരല് എന്ന് പറഞ്ഞ ഏറ്റവും നീളം കൂടിയ വിരലിനെയാണ് സാറ്റേൺ ഫിംഗർ എന്ന് പറയുന്നത്, ശനി വിരൽ എന്ന് പറയുക. ആ വിരലിന്റെ താഴെയാണ് സാറ്റേൺ മൗണ്ടിന് ഇമ്പോർട്ടൻസ് വരിക. അപ്പോൾ സാറ്റേൺ മൗണ്ട്സിന് മറ്റുള്ള മൗണ്ട്സിനെക്കാളും വളരെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതിയുടെ, ന്യായത്തിന്റെ ഒക്കെ ഇതാണ്. നമ്മുടെ എല്ലാ ആൾക്കാരെ പേടിപ്പിച്ചു വയ്ക്കുന്നത് സാറ്റേൺ ഭയങ്കര പ്രശ്നക്കാരനാണ്, സാറ്റേൺ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരിക്കലും അല്ല. സാറ്റേൺ തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും ഈ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയാലേ ശനി ഇതുവരെ മാറിയിട്ടില്ല. അപ്പം ഞാൻ ഇതെന്തോന്നത് ജനിച്ച ആ സമയം, ഇല്ലെങ്കിൽ നമ്മൾ ഒരു അറിവായ സമയം മുതൽ ഈ നിമിഷം വരെ ശനീര അപഹാരത്തിലാണ് നമ്മൾ എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇതുവരെ അത് മാറ്റമില്ലേ? അതെ, പേടിപ്പിച്ചു വെച്ചേക്കാം. അതെ. അപ്പൊ ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു വ്യക്തി ഈ ഭൂമിയിലോട്ട് വന്ന് ജനിച്ച് അവൻ കുറെ കാര്യങ്ങളിൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അവന്റെ ഒരു ജീവിത ദിനചര്യകളും കാര്യങ്ങളും ഇത് നിശ്ചയിക്കുന്നത് 4 അടിസ്ഥാനപരമായ ഘടകങ്ങളെന്നാണ് പറയുന്നത്. ഒന്ന് വന്നിട്ട് അവന്റെ പ്രീവിയസ് ബർത്ത് കർമാസ് ഇൻ ദ പ്രീവിയസ് ബർത്ത്. ആ വ്യക്തി ജനിക്കുന്നതിന് മുമ്പ് അവനൊരു ബർത്ത് ഉണ്ടായിരുന്നു. ആ ബർത്തിൽ അവൻ ചെയ്ത് കഴിഞ്ഞ കർമാസിന്റെ പരിണിത ഫലമാണ് ഇദ്ദേഹത്തിന്റെ ബർത്തിൽ, ഈ ഒരു ബർത്തിൽ വരും. അതിന് നമ്മളൊരു 25% വെച്ചോളൂ. 25%. അത് നമ്മൾ അവന്റെ സഞ്ചിത കർമ്മോ അവന്റെ പ്രീവിയസ് കർമ്മയുടെ ഇമ്പാക്റ്റ് ആണ് അവൻ ജനിക്കുന്നത്. അടുത്ത 25% എന്ന് പറയുന്നത് അവന്റെ DNA ആണ്, അവന്റെ അച്ഛന്റെ അമ്മയുടെ ക്വാളിറ്റി. ആ സ്പേമും എറ്റും തമ്മിൽ കമ്പൈൻഡ് ആകുമ്പോൾ ആ ക്വാളിറ്റി അടുത്ത 25% നിശ്ചയിക്കും. അപ്പൊ 50% ആയി. അടുത്ത 25% ആ വ്യക്തി വളർന്ന സാഹചര്യം, എങ്ങനെയാണ് ആ വ്യക്തിയെ ബ്രോട്ടപ്പ് ചെയ്തത്. അവർ നല്ല ആൾക്കാരുടെ കൂടെയാണോ അവൻ വളർന്നത്, അല്ലെങ്കിൽ തീവ്രവാദികളുടെ കൂടെയാണോ, അല്ലെങ്കിൽ വളരെയധികം സന്യാസതുല്യരായ ശ്രേഷ്ഠരായ മനുഷ്യരുടെ കൂടെയാണോ, എങ്കിൽ ആ ക്വാളിറ്റി അവനിൽ പ്രതിഫലിക്കും. അത് 75%, അത് 25%. അപ്പം മൊത്തം ടോട്ടൽ 75% ആയി. അടുത്ത 25% ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ് ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്ന് പറയുന്നൊരു സാധനം. അബ്ദുൽ കലാമിനെ പോലെ, എബ്രഹാം ലിങ്കനെ പോലെയും നമ്മൾ ഏത് കുലത്തിൽ എവിടെ ജനിച്ചു എന്നുള്ളതല്ല പ്രാധാന്യം. നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് അതിൻ്റെ മേളിൽ ഇതിൻ്റെ ഈ 75% ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ വരിക. അവിടെയാണ് ഹസ്തരേഖാ ശാസ്ത്രത്തിൽ നമ്മൾ ഒരു കാര്യം, നമ്മളുടെ കാര്യം എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തണമെന്നുള്ളത്, നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി, സ്ട്രെങ്തിനെക്കാളും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരാം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വന്നത് കർമാസ് എന്ന് പറയുന്നത് ശനിയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യം വസ്തുതയാണെന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ 25%ൽ ആദ്യത്തെ 25% ടോട്ടലി കണക്ട് ചെയ്ത് കിടക്കുന്നത് സാറ്റേൺ അല്ലെങ്കിൽ ശനീശ്വരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നമ്മൾ അതിനെ മൂലാധാര ചക്രവുമായിട്ടും ബന്ധപ്പെടുത്താം. അപ്പൊ ശനിയുടെ ഫിംഗർ ഇതെന്ന് പറയുമ്പോൾ ഈ ശനിയിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇൻജസ്റ്റിസ് ചെയ്യരുത്. ഇൻജസ്റ്റിസ് ചെയ്യുന്ന വ്യക്തികളെ മാത്രമേ ശനീശ്വരൻ ശിക്ഷിക്കത്തുള്ളൂ. അതായത് നമ്മൾ തെറ്റ് ചെയ്യരുത്, ആരിടത്തും ഒരു എന്താ പറയുക ന്യായമല്ലാത്ത കാര്യം ചെയ്യരുത്. പ്രത്യേകിച്ചും ശാരീരിക ബുദ്ധിമുട്ടുള്ളവര്, വയസ്സായ ആൾക്കാര്, കണ്ണ് കാണാൻ പറ്റാത്തവര്, കാലിന് സുഖമില്ലാത്തവര്, എല്ലാവരിടത്തും നമ്മൾ സഹാനുഭൂതിയോടെ തന്നെ പെരുമാറുക. പ്രത്യേകിച്ചും നമുക്ക് ശനീശ്വരനെ നമുക്ക് പിതൃക്കളുമായിട്ടും ഒക്കെ സങ്കല്പം ചെയ്യുന്നുണ്ട്. അപ്പൊ ശനിയാഴ്ച ദിവസം കാക്കയെ ഫീഡ് ചെയ്യുക, അത് നമ്മൾ ഫോർ ഫാദേഴ്സിന്റെ സങ്കല്പത്തിൽ അവിടെ പറയാണ്. അപ്പൊ ശനീശ്വരന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ശനീശ്വരന് തന്നെയാണ് ഞാൻ പ്ലാനറ്റ്സിൽ ഏറ്റവും അധികം മഹത്തരമായ ഒരു സ്ഥാനം തന്നെ കൊടുക്കുന്നത്. കാരണം
സ്ലോ ആൻഡ് സ്റ്റഡി എന്നാണ് ശനീഷിനെ കുറിച്ച് പറയുന്നത് തന്നെ. നമുക്ക് പെട്ടെന്നൊന്നും കിട്ടത്തില്ല. നമ്മൾ ബുദ്ധിമുട്ടി നമ്മളൊന്ന് നോക്കും ഭഗവാൻ ഇവൻ എങ്ങനെയാണ്, ഇവൻ നല്ലവനാണോ, ഇവൻ ആൾക്കാരുടെ അടുത്ത് പാവങ്ങളുടെ അടുത്ത് നേരെ പെരുമാറുന്നുണ്ടോ, ഇവൻ ഞാനെന്ന പാവം കുറവാണോ അല്ലെങ്കിൽ അധികമാണോ, നമ്മൾ മറ്റുള്ളവർക്ക് ജസ്റ്റിസ് നീതി പുലർത്തുന്നുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് ഗ്രാജുവൽ ആയിട്ട് ഭഗവാൻ തരും, ശനീശ്വരൻ തരും. അത് കഴിഞ്ഞാൽ നമുക്ക്. പക്ഷെ നമ്മൾ അൺജസ്റ്റിസ് ചെയ്ത, പ്രത്യേകിച്ചും ശനിക്ക് പ്രിയപ്പെട്ട കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ മറ്റുള്ളവർക്ക് അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ ശനി ഭഗവാൻ പനിഷ് ചെയ്യുന്നത് വളരെ വലിയ തീവ്രമായ ഒരു രൂപത്തിലായിരിക്കും. പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു റിയൽ സ്റ്റോറി പറഞ്ഞാൽ ബോറടിക്കലേക്ക് പറയാം. ഇല്ലല്ല, ഈ കഥകൾ കേൾക്കുക എന്നുള്ളത് എന്നെ ഇത് പ്രേക്ഷകരെ പോലെ എനിക്കും ഭയങ്കര താല്പര്യമാണ്. കഥകളാണ് അവർക്കും ഇഷ്ടം. ഇതൊരു ഞാൻ അവിടെ പേരുകളൊന്നും മാറ്റുക. കഥ എന്നല്ല ഞാൻ പറഞ്ഞ റിയൽ ഇൻസിഡൻസ്. നമ്മൾ കഥ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി പറഞ്ഞു റിയൽ ഇൻസിഡന്റ്. ഇവിടെ ഞാൻ പേരൊന്ന് മാറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ആ വ്യക്തിയുടെ പേര് പറയുമ്പോൾ ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഒരു മീഡിയയിൽ വന്നിട്ട് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്നുള്ള. അപ്പൊ അതുകൊണ്ട് ഞാനൊരു സാങ്കല്പിക പേര്, പക്ഷെ സംഭവം റിയൽ ആണ്. ഇപ്പൊ ഞാൻ ഈ CMA ഒക്കെ ക്വാളിഫൈ ചെയ്തതിനു ശേഷം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ ഓഡിറ്റ് ഓഫീസിൽ കുറച്ച് സമയം നമ്മൾ എക്സ്പീരിയൻസ് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറൈസേഷൻ, ആ ഒരു ഫീൽഡ് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ ഓഡിറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ സുഹൃത്തുക്കൾ ഒന്നിച്ചുണ്ട്. അപ്പൊ അന്ന് പലതരത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ അന്ന് ഈ പൾസറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒള്ളി മെയിൽ എന്നൊക്കെ പറഞ്ഞു വരുന്ന സംഭവമാണ്. അപ്പൊ അന്ന് പൾസറൊക്കെ ഉള്ളവൻ ഭയങ്കര പണക്കാരന് ഭയങ്കര ആ ഒരു ഫീൽ കഥയെ പറയുന്നത്. അതെ അതെ. അപ്പൊ അവിടെ ഒരു രാജേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അപ്പൊ പുള്ളി ഭയങ്കര പണക്കാരനാണ്, പുള്ളിക്ക് സാമ്പത്തികപരമായി നല്ല ഇതുണ്ട്. അപ്പൊ അവിടെ ഓഡിറ്റ് ഓഫീസിൽ അത്യാവശ്യം ഒരു സീനിയർ ലെവലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, നമ്മുടെ സുഹൃത്തുമാണ്. അപ്പം ഈ വ്യക്തിയുടെ ഒരു രീതികള് ഒരു അത്ര എന്താ പറയുക, ഒരു കാശുള്ളതിന്റെ ഒരു ചെറിയ അഹങ്കാരവും ആൾക്കാരുടെ അടുത്ത് ഒരു സഹാനുഭൂതി ഇല്ലാത്ത പെരുമാറ്റം. അപ്പൊ അവിടെ ചായ സപ്ലൈ ചെയ്യാൻ മുരുകൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അപ്പൊ പുള്ളി കാല് മുടന്തിയ ഒരു വ്യക്തിയാണ്. അപ്പം ഈ വ്യക്തി ഇവനെ ആ കാല് മുടന്തിയ കൊണ്ട് ആ ഒരു രീതിയിലാണ് അവനെ വിളിക്കുന്നത്, ഞൊണ്ടിക്കാലെന്നും. അവനെ വളരെ മോശമായ ഒരു രീതിയിലാണ് ഈ പുള്ളിയുടെ അടുത്ത് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ പലരും പറയുന്നുണ്ട് അങ്ങനെയൊന്നും വിളിക്കരുത്, തെറ്റാണ്. അവൻ ഒരു നല്ലൊരു പാവം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു വളരെ സാധുവായ ഒരു പയ്യൻ, കണ്ടു കഴിഞ്ഞാൽ തന്നെ പരമസാധു. അപ്പൊ എന്നിട്ടും ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി ഈ വ്യക്തിനെ അവന്റെ ഫിസിക്കൽ ഡിസേബിലിറ്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വിളിക്കുമ്പോൾ ആ ഒരു പേര് നമുക്ക് ഭയങ്കര എങ്ങനെ പറ്റുന്നു പോലും നമുക്ക്. അപ്പൊ നമ്മളെ ഒത്തിരി അവനെ വഴക്ക് പറയുന്നുണ്ട് അത് ചെയ്ത്. പക്ഷെ അവൻ വീണ്ടും അവനെ ഇറിറ്റേറ്റ് ചെയ്യും, അവനെ ടീസ് ചെയ്യാണ് മറ്റുള്ളവരുടെ മുമ്പ് വെച്ച്. അവന്റെ തമിഴ്നാട്ടുകാരെന്ന് പറഞ്ഞ് പാണ്ടിയെന്ന് വിളിക്കുക, കാല് ഞൊണ്ടിയെന്ന് വിളിക്കുക, ഇങ്ങനെയൊക്കെ പല രീതിയിൽ അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ പാരലായിട്ട് നമ്മുടെ രാജേഷ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക്, താങ്കളുടെ പേര് രാജേഷ് കേട്ടോ, സോറി, കുഴപ്പമില്ല, എന്നാലും കഥാപാത്രമായി. അപ്പോൾ ഈ രാജേഷ് എന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു. അപ്പോൾ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈക്ക് ആക്സിഡന്റ് ആയി, കാല് ഫ്രാക്ചറായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. കാല് വളരെ സീരിയസ് ഇഞ്ചുറിയാണ്, ഒത്തിരി ഫ്രാക്ചർ വന്നു. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് പുള്ളി ഇങ്ങനെ കാലൊക്കെ കെട്ടി തൂക്കിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കണം. അപ്പം കാല് പോലും മുറിച്ച് കളയേണ്ട ഒരു സ്റ്റേജിൽ നിന്ന് പുള്ളി സർവൈവ് ചെയ്യുകയാണ്. അപ്പം നമ്മളെല്ലാവരും പോയി കാണാൻ പോകുന്നു, ആ പുള്ളിയുടെ അടുത്ത് സംസാരിക്കുന്ന നല്ല കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മളിൽ ആരൊക്കെ അവൻ്റെ അടുത്ത് പറയുന്നത്, കണ്ടോ ഇതൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ, നമ്മൾ ഓരോരുത്തരെ കളിയാക്കുന്നു, ഇപ്പൊ കണ്ട ഈ അനുഭവം വന്നു എന്ന് പറയും. ഇപ്പൊ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവും. നമ്മൾ അതുവരെ ചെയ്തതൊന്നും നമ്മൾ അറിയത്തില്ല, നമ്മൾ ആൾക്കാരത്തിന്റെ നിലവിൽ ഇങ്ങനെ പോകും. നമ്മളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളത് തിരിച്ചറിയുമെന്ന് പറഞ്ഞ പോലെ. അപ്പൊ രാജേഷ് പറഞ്ഞു, എന്തായാലും മുരുകൻ അപ്പൊ പറഞ്ഞത് മുരുകൻ അടുത്ത് ചെയ്ത് തെറ്റായി പോയി എന്നുള്ളത് അവന് തിരിച്ചറിവ്, ഒരു മനസ്സിലുള്ളിലെ ഒരു വിഷമവും വരുമല്ലോ. അപ്പൊ രാജേഷ് പറഞ്ഞു, പിന്നെ മുരുകൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞു, മുരുകൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ നിന്നെ കാണാൻ വരാതിരിക്കുകയാണ്. വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് അവന്റെ കൈ പിടിച്ചൊന്ന് മാപ്പ് പറഞ്ഞായിരുന്നു. ഇപ്പോഴെനിക്ക് മനസ്സിലായി ഇത്രയൊക്കെ ഉള്ളൂ, ഞാനും അഹങ്കരിച്ചു. ആ ഒരു റിഗ്രറ്റ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ശരി. അപ്പൊ മുരുകൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ മുരുകൻ ഇത് കേട്ട ഉടനെ മുരുകൻ ഒത്തിരി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പൊ മുരുകന്റെ മനസ്സ് നമ്മൾ കണ്ടങ്ങ് എക്സൈറ്റഡ് ആകണം. എന്തൊരു അവന് ഈ ഒരു ദേഷ്യമൊന്നും ഇല്ല, ഞൊണ്ടിക്കാലാന്ന് വിളിച്ചിട്ട് പോലും അവനത് ദേഷ്യവും ഇല്ല. അവന്റെ മനസ്സിന്റെ നന്മ നമ്മളിങ്ങനെ ഫീൽ ചെയ്യാണ്. അപ്പം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വരുന്നു, ഇവരുടെ അടുത്ത് വരുന്നു. അപ്പൊ ഇവരുടെ പ്രൈവസിയിൽ അവൻ ത്രീഗോ ഉള്ള ആളാണ് രാജേഷ്. അപ്പൊ എന്തായാലും സോറി പേഴ്സണലായിട്ട് പറഞ്ഞോട്ടെ എന്ന് വെച്ച് നമ്മൾ പുറത്തിറങ്ങുന്നു. നമ്മൾ ക്ലാസ്സിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. രാജേഷ് കൈയൊക്കെ പിടിച്ച് അവൻ്റെ അടുത്ത് സോറി പറയുന്നു. അടുത്ത സീൻ കാണുന്നത് ഈ പറയുന്ന മുരുകൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കരഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. നമ്മൾ ഒരു ഹിസ്റ്റീരിയ വായിച്ച പോലെ ഇവന് അകത്ത് എന്താണ് സംഭവം എന്ന് പറയും. നമ്മളെല്ലാം കൂടെ തള്ളി അകത്ത് കയറി. അത് കഴിയുമ്പോൾ മുരുകൻ പറഞ്ഞോണ്ടിരിക്കുക, അണ്ണ നീങ്ക മന്നിച്ചിട്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് മുരുകൻ. അതായത് ഈ മുരുകൻ രാജേഷിന്റെ അടുത്ത് പറയണത് എന്നെനിക്ക് മാപ്പ് തരുമെന്ന് പറഞ്ഞ് തിരിച്ചു പറയാം. കാരണം കുറ്റം ചെയ്ത രാജേഷാണ്. പക്ഷെ നമ്മൾ ഈ അത്ഭുതപ്പെട്ട് ഇവൻ എന്തിനാ ഈ മുരുകൻ മാപ്പ് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചോദിക്കാണ്ട് മറ്റേ പടത്തിലെ മാപ്പ് വെച്ചെന്ന് പറഞ്ഞല്ല, ഇവൻ എന്തിനാണ് ഈ മാപ്പ് ചോദിക്കുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ചേട്ടാ എന്ത് മുരുകൻ എന്നാ പ്രശ്നം, അവർ താൻ തപ്പ് പണിയിട്ട് അവർ മാപ്പ് പറഞ്ഞായിരുന്നു, സംഭവം തീർന്നു.
இல்ல நான் பெரிய தப்பு பண்ணிட்டேன், அவர் அண்ணா என்கிட்ட மன்னிச்சிடணும்னு. നീ എന്തോടെ തെറിയ തപ്പ് ചോദിച്ചപ്പോ ഈ മുരുകൻ പറയാണ്, ഇനിമേ ഈ അണ്ണാവുക്ക് കൊടുത്ത ടീയിൽ ഞാൻ തുപ്പ മാറ്റേൻ. സംഭവം മനസ്സിലായോ? എന്ന് തൊട്ട് അവൻ ഇവനെ ഞൊട്ടിക്കാലം എന്ന് വിളിച്ചു. അന്ന് തൊട്ട് ഇവൻ ടീ സെർവ് ചെയ്യുന്ന വ്യക്തിയാണ്, തുപ്പിയിട്ട് അവന് കൊടുത്തോണ്ടിരുന്നു. മനസ്സിലായോ? ഇവിടെ ഈ കഥയിൽ ആരാണ് വില്ലൻ, ആരാണ് ഹീറോ? ഇതിൽ നിന്ന് എനിക്ക് അന്നും മനസ്സിലായ ഒരു പാഠം, നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തില് ഒരാൾ നമുക്കെതിരെ പ്രതികരിക്കാൻ പറ്റില്ല എന്ന് കരുതി ആ വ്യക്തിയെ മോശമായി ട്രീറ്റ് ചെയ്യും. അന്ന് എനിക്കുണ്ടായ ഉൾവിളി, എനിക്കുണ്ടായ തിരിച്ചറിവായിരുന്നു അത്. ആരും ഈ ലോകത്ത് ആരെക്കാരും മോശക്കാരല്ല, ആർക്കും എന്തും ചെയ്യാൻ പറ്റും. പണ്ട് ആൾക്കാർ വരും, ഒരു നീർക്കോലി കടിച്ചാൽ മതി അത്താഴം മുടങ്ങാൻ. തീർച്ചയായും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന അവിടുത്തെ MD എപ്പോഴും പറയും, നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് ട്രീറ്റ് ചെയ്യേണ്ട 2 കാറ്റഗറി പീപ്പിൾസ് ആണ് നമ്മുടെ കുക്കും നമ്മുടെ ഡ്രൈവറും. കാരണം അവർ രണ്ടുപേരുടെ കയ്യിലാണ് നമ്മുടെ ജീവൻ. അപ്പൊ ഈ വ്യക്തി അവൻ ആലോചിച്ചില്ല ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമാസിന്റെ കളി അതിനകത്ത് നോക്കും. ഇവൻ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ആ തെറ്റ് ചെയ്തതിന് അവൻ അപ്പം തന്നെ പനിഷ്മെന്റ് കിട്ടിക്കൊണ്ടിരുന്നു, അവൻ അറിയുന്നില്ല. പക്ഷേ ഈ വ്യക്തി ഇത്രയും തീവ്രമായി അവന് പ്രതികരിക്കാൻ പറ്റില്ല എന്നും അവൻ എന്ത് ചെയ്യാൻ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ലാത്ത ഒരാളാണ് മുരുകൻ. അപ്പൊ മറ്റു രീതിയിലോട്ട് വന്നു. അപ്പൊ ഈ തുപ്പലിന് പകരം വിഷം കൊടുത്തിരുന്നെങ്കിലോ? ആണെങ്കിലോ പക്ഷെ അവിടെ നമ്മൾ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് ഞാൻ പറയുന്നത് വിധി എന്ന് പറയുന്നതും സാറ്റേൺ എന്ന് പറയുന്നത് ഇതിൻ്റെ എന്ന് പറയും കർമാസിന്റെ ഇമ്പാക്ട്. ഇപ്പോൾ രാജേഷ് ജി, ഞാൻ ആ രാജേഷ് നമുക്ക് വിടാം, ആ കഥ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ക്ലോസ് ചെയ്ത് ബുക്ക് മടക്കി. ഇപ്പൊ ഇനി രാജേഷിന് ഇപ്പൊ രാജേഷ് ഇപ്പൊ ഒരാളെ ചീറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ആ വ്യക്തിയുടെ പ്രാരാബ്ദം രാജേഷ് മാച്ചു എന്നാണ് അർത്ഥം. തീർച്ചയായും ആ വ്യക്തിയുടെ പ്രാരാബ്ദം കുറഞ്ഞു. നമ്മൾ വിചാരിക്കും നമ്മൾ പറ്റിച്ചു, നമുക്ക് കുറെ കാശ് കിട്ടി, നമ്മൾ സന്തോഷമായി. ഒരിക്കലും ഇല്ല, അത് ബൗൺസ് ബാക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് വരും. ഇവിടെയാണ് ശനീശ്വര ഭഗവാന്റെ കളി. നമ്മൾ ഈ ശനി ശിങ്കാനപൂർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് മുംബൈയിൽ. അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് മീഡിയയിലൊക്കെ വന്നു, ലേഡീസിന് പോലും കയറി അഭിഷേകം നടത്താനൊക്കെ പറ്റിയെന്ന് പറഞ്ഞു. ആ സ്ഥലത്തുള്ള ഒരു വീടുകളിലും രാജേഷ്, ഒരു വീടുകളിലും ഡോറില്ല. ലോകത്ത് തന്നെ മഹാ അത്ഭുതമാണ്. അവിടുത്തെ ഒരു വീടുകളിലും ഡോറില്ല, ആർക്കും അവർക്ക് കയറി പോവാം, ആരും അവിടെ തെറ്റ് ചെയ്യില്ല, ആരും അവിടെ തെറ്റ് ചെയ്തില്ല. അവരെല്ലാവരും ഓണസ്റ്റ് പീപ്പിൾ ആണ്. ബിക്കോസ് അത് സാറ്റേണിന്റെ ഏരിയ. ശനി ശിങ്കാനപുർ എന്ന് പറയുന്ന ഒരു വീടിലും ഡോറില്ല. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്ഭുതകരമായ ഒരു നമുക്ക് അനുഭവം. അവിടെ കള്ളന്മാരില്ല. പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? അതെനിക്കറിയില്ല, ഇത് ഞാൻ വായിച്ചറിയോ, ഞാൻ അവിടെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇതൊരു അത്ഭുതമായിട്ട് തോന്നി എനിക്ക്. ഇത് എങ്ങനെ ഒരു വീടില്ല? അപ്പൊ അവര് കാശുകൾ സൂക്ഷിക്കുന്ന ഓപ്പൺ ആയിട്ടാണ്, ആരും ആരുടെ കാശ് എടുക്കുന്നില്ല. അത്രയും നീതിയുടെ ദേവതയല്ലേ ശനി. അപ്പം കർമ്മത്തിന്റെ കാരകത്വം മൊത്തം ശനിയാണ്. നമുക്ക് ഏത് ജോബ് ചെയ്യണം. അപ്പൊ ഈ ശനി മൗണ്ടത്തിന്റെ മൗണ്ട്സിന്റെ പ്രൊജക്ഷനും അതിന്റെ താഴ്ച, പ്രത്യേകിച്ച് നമ്മുടെ വിധിരേഖ അല്ലെങ്കിൽ നമ്മുടെ ഫേറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ലൈൻ, സാധാരണ ആൾക്കാരല്ലേ ഈ പിന്നെ നമ്മുടെ കൈയുടെ ഇവിടെ നിന്ന് മണിബന്ധത്തിൽ നിന്ന് ആരംഭിച്ച് സാറ്റേൺ മൗണ്ടിൽ വന്നാണ് എൻഡ് ചെയ്യുക. എല്ലാവരും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതൊരു ഗുഡ് സൈൻ ആണ്. അപ്പോൾ ആ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കർമ്മം കൊണ്ട് അവർ പുരോഗതിയിലെത്തണം. കർമ്മം എന്ന് പറയുമ്പോൾ അവരുടെ പ്രൊഫഷനായി. തീർച്ചയായും. അപ്പോൾ ഈ സാറ്റേൺ മൗണ്ടിന്റെ പ്രൊജക്ഷൻ അത് വളരെ ഡൗൺ ആയിരുന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. അത് ഹൈ പ്രൊജക്റ്റ് ആവാനും പറ്റില്ല, അവർ നല്ല രീതിയിൽ നിൽക്കണം. അത് നമ്മൾ കുറെ കൈ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം നല്ല. അതാണെങ്കിൽ നമുക്ക് അവർ നീതി, നമ്മുടെ ന്യായം നോക്കുന്ന വ്യക്തിയാണ്. അവർക്ക് ജഡ്ജാകാൻ, അല്ലെങ്കിൽ മൈനിങ് പോലുള്ള കാര്യങ്ങൾ, ഇരുമ്പിന്റെ സെയിൽസ് ചെയ്യാൻ പറ്റും, അവർക്ക് സിമെന്റിന്റെ സെയിൽസ് ചെയ്യാൻ പറ്റും, ഭൂമിയുമായിട്ട്. അപ്പൊ മൂലാധാരമായിട്ട് ശനീശ്വരന് ബന്ധമുണ്ട്. മൂലാധാര ചക്രം എല്ലാവരും ഇപ്പോ നമുക്ക് ചക്രാസ് ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസിങ് ചെയ്യുന്നതാണ്. അവിടെ മൂലാധാര ചക്രത്തിലാണ് നമ്മുടെ എന്താ പറയാ കർമാസ് എല്ലാം പോയി സ്റ്റോർ ആക്കി എടുക്കുന്നത്. അപ്പോ അതിനെ നമുക്ക് ഭൂമി തത്വവുമായിട്ട് ബന്ധപ്പെടുത്താം. അപ്പൊ അവിടെ ശനീശ്വരന്റെ കർമാസ് കംപ്ലീറ്റ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഗണപതി ഭവന പിന്നെ ദേവതയായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എർത്തുമായിട്ടുള്ള കണക്ഷൻ അവന് വരുമ്പോൾ അവന്റെ പ്രീവിയസ് കർമ്മസിലെ നെഗറ്റിവിറ്റി കുറയ്ക്കാനും പോലും മൂലാധാര ചക്രം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് പറ്റും. ഇതെല്ലാം കണക്റ്റഡ് ടു ശനി. ഇപ്പൊ ശനിയെ ചോദിച്ചുകൊണ്ട് ശനിയുടെ ഒരു വൈഡ് എത്ര പറഞ്ഞാലും തീരില്ല, എനിക്ക് എത്ര വർണ്ണിച്ചാലും തീരത്തില്ല. പ്രത്യേകിച്ച് അത്രത്തോളം ഉണ്ട് ശനി ഭഗവാൻ. സൂര്യപുത്രനാണ് ശനി ഭഗവാൻ. അല്ല, എനിക്ക് ആ എനർജി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എനിക്കത് ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ എനിക്കത് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും മതി വരുന്നില്ല. അതെ, ഇപ്പം സൂര്യഭഗവാന്റെ പുത്രനാണ് ശനി. ഇപ്പം അങ്ങനെ ഒരു ശനി ദോഷം ഒരു മനുഷ്യർക്ക് ശനി ഉണ്ടാക്കി വെക്കാറുണ്ടോ? ഒരു മനുഷ്യന് ദോഷം, ഈ ദോഷം ഗുണം എന്ന് പറയുന്നത് കർമ്മഫലമാണ് രാജേഷി. ഇവിടെ ഒരിക്കലും ശനീശ്വരൻ ദോഷം ചെയ്യില്ല, നമ്മുടെ കർമ്മയാണ്. നമ്മളെ കർമാസാണ് അവിടെ വരുന്നത്. കർമാസിന്റെ നമ്മൾ കർമാസിന്റെ കാറ്റഗറി നമ്മൾ 3 കാറ്റഗറി ചെയ്തത്. സഞ്ചിത കർമ്മം, നമ്മുടെ പ്രീവിയസ് ബർത്തിൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രീവിയസ് ബർത്തിൽ രാജേഷ് ഒരാളെ കൊന്നു, ഈ ജന്മത്തിൽ വന്നു.
രാജേഷിന് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞു, ആ ബോഡി പോയി, പുതിയൊരു ബോഡിയിൽ രാജേഷിന്റെ ആത്മാവ് പ്രവേശിച്ചു, രാജേഷ് ഇവിടെ ഇരിക്കുന്നു. ആ പോയിട്ട് ആ വ്യക്തിയെ ജനിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അത് സഞ്ചിത കർമ്മം എന്ന് പറയും. അതൊരു പാക്കേജുമായിട്ട് രാജേഷ് ജി വന്നതാണ് ഈ ജന്മത്തിൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അതിന്റെ മെമ്മറി എവിടെയെന്നറിയോ? ഇതിന്റെ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. ഒരു പക്ഷേ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ സ്വപ്നത്തിൽ റീകളക്ട് ചെയ്യാം. മനസ്സിലാവും? സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കിടക്കുന്ന ഒരു കളിയാണ്. അപ്പോ ഈ മെമ്മറി ചിലപ്പോൾ ചില ആൾക്കാർക്ക് നോക്കിയേ, ഇപ്പൊ PLR എന്നൊക്കെ പറഞ്ഞ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഒക്കെ പറഞ്ഞ് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വെള്ളം കണ്ടാൽ പേടി. ഈ വെള്ളത്തിന്റെ പേടി എന്താ വെച്ച് നോക്കി കഴിഞ്ഞാൽ അവർക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പോലുള്ള പ്രോസസ് ചെയ്യുമ്പോൾ അവർ കഴിഞ്ഞ ജന്മത്തിൽ വെള്ളത്തിൽ വീണ് മരിച്ചതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് ഒരു കാര്യം ഇല്ലാണ്ട് വേറെ ഒരു വ്യക്തി എടുത്തൊരു ദേഷ്യം. ഇപ്പൊ രാജേഷിന് ഒരാളെ കാണുമ്പോൾ അവരുടെ അടുത്ത് ഒരു നെഗറ്റിവിറ്റി തോന്നും. ഒരു കാര്യമില്ല, അയാൾ ഒരു തെറ്റും ചെയ്തു. അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് നമുക്ക് മാറാൻ തോന്നും, അവനെ കണ്ട അടി കൊടുക്കാനും തോന്നും. നേരത്തെ മറ്റേ മുരുകനെ രാകേഷ് കണ്ടതുപോലെ അതുപോലെ അല്ലേ, അവിടെ എന്തെങ്കിലും പ്രീവിയസ് കണക്ഷൻ ഉണ്ടാവും. കാരണം ആ കർമ്മ അവിടെ ക്ലെൻസ് ചെയ്യപ്പെടാണ്. ഒരിക്കലും ഒരു ഞൊണ്ടിയായ ഒരാളെ ഞൊണ്ടി എന്ന് വിളിക്കേണ്ട കാര്യം വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് രാജേഷ് ഇപ്പൊ ബുദ്ധിപൂർവ്വം തിങ്ക് ചെയ്തെന്ന് ഞാൻ പറയും. ഈ തിങ്കിങ് ആണ് ഹസ്തരേഖ നോക്കാൻ വരുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടായാൽ അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് വരുന്നത്. തീർച്ചയായും ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാകുന്നത് ഞാൻ എന്താണോ എന്റെ ഫീൽ രാജേഷിക്ക് കിട്ടിയാലേ എന്റെ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായുള്ളൂ. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് രാജേഷിന്റെ കത്തി. ഇത് പ്രേക്ഷകർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവും. തീർച്ചയായിട്ടും ഈ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കാക്കയ്ക്ക് ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞു, ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. അതൊരു സാധാരണ പ്രകൃതിയിലുള്ള എല്ലാവർക്കും നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെയാണ്. നമ്മളോടൊപ്പം പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾ കഴിക്കണമെന്നാണ്. ഈ കാക്കയ്ക്ക് കൂടുതലായിട്ട് നമ്മളിങ്ങനെ ആഹാരം കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നന്മകൾ എന്തായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന പോസിറ്റീവ് സൈഡ് എന്തൊക്കെ ആയിരിക്കും? ഈ ഫോർഫാദേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ കാക്കയ്ക്ക് നമ്മുടെ പൂർവികന്മാര്, നമ്മുടെ പിതാമഹന് പിതൃപരമ്പരയിൽപ്പെട്ട ശനീശ്വര പിതൃക്കളെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിനെ പറ്റി പറയുന്നത്. അപ്പം നമ്മുടെ അവിടെ കാക്കകളെ നമുക്ക് ഏറ്റവും ബുദ്ധിയുള്ള ഒരു ബേർഡാണ് കാക്ക. ഈ കാക്കയ്ക്ക് സെൻസിങ് പവർ ഉണ്ട്. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന പോലും കാക്ക. നമ്മളിപ്പോൾ ഒരു കാക്ക, ഞാൻ കഴിഞ്ഞ ഇതിനകത്തും പറഞ്ഞാണ്, ഈ കാക്ക നമ്മൾ അടുത്തോട്ട് വരികയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കളങ്കമില്ല എന്നാണ് മീനിങ്. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ കാക്കകൾ നമ്മളടുത്തോട്ട് അടുക്കത്തില്ല. വേറെ ഏതൊരു ബേർഡിനെക്കാളും നമ്മുടെ മൈൻഡ് സെൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു ബേർഡാണ് കാക്ക. അപ്പൊ അത് പറഞ്ഞ ഈ ബേർഡ്സിന്റെ ഒരു ആസ്ട്രോളജി വേറെ ലെവലാണ്. അപ്പൊ ഈ കാക്കയ്ക്ക് അത്രയും സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്, നെഗറ്റിവിറ്റി അസസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഭയങ്കര എന്താ പറയാ, അത് സെൻസിറ്റീവാണ്. അത് ഭയങ്കര വാച്ചിങ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാക്ക ഇങ്ങനെ വാച്ച് ചെയ്യും, ഇവൻ എന്ത് വരുന്നു, അവൻ കുനിയുന്നുണ്ടോ, കല്ലെടുക്കുന്നുണ്ടോ, ഭയങ്കരമായ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു പവർ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ മരിച്ച മകന്മാര് അല്ലെങ്കിൽ കാക്കയുടെ രൂപത്തിൽ, അപ്പൊ നമ്മൾ അവിടെ നമ്മുടെ കാഴ്ചയിൽ മോശമായിട്ടുള്ള ഒരു ബേർഡാണ്, പക്ഷെ അത് ക്ലെൻസ് ചെയ്യുന്നത് കാക്കയാണ്. നമ്മുടെ പരിസര ശുചീകരണത്തിന് കാക്കയ്ക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. പരിസര ശുചീകരണം ഏറ്റവും കൂടുതൽ കാക്കകൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. ഇല്ലെങ്കിൽ വളരെ മോശമായ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ആ ബേർഡിന് ഫീഡ് ചെയ്യുന്നത് നമുക്ക് എക്സ്പ്രസിങ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ദ ഡേ ഓഫ് സാറ്റർഡേ. സാറ്റർഡേ ഈസ് ബേസിക്കലി ദ ഡേ ഫോർ നമ്മുടെ ഫോർഫാദേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ പിതാ പരമ്പരയിൽപ്പെട്ടവരെ വണങ്ങേണ്ട ഒരു ദിവസം കൂടെ. അപ്പം അന്ന് ആ ഒരു സങ്കല്പം ചെയ്ത് കാക്കയ്ക്ക് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഓർമ്മ പിതാമഹന്മാരുടെ കുറിച്ചുള്ള അനുഗ്രഹം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ആ 7 തലമുറകളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്ന് നടക്കും. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാൻ കുറേ പറഞ്ഞു പോവാം. എന്നാലും വളരെ ചുരുക്കി നമുക്കിത് അവസാനിപ്പിക്കാം. ഈ കാക്കയ്ക്ക് നമ്മൾക്ക് ആഹാരം കൊടുത്ത് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് പൂർവികന്മാരുടെ അനുഗ്രഹം സിദ്ധിക്കുമെന്നാണ്. നമ്മുടെ നെഗറ്റിവിറ്റി, നമ്മുടെ കർമാസ് കുറയുമെന്നാണ്. ഇതൊരു ചെറിയ മെത്തഡോളജിയാണ്. അപ്പോൾ ഇതിനകത്ത് പല ഇതുകൊണ്ട് ഇപ്പം നമ്മൾ നല്ലെണ്ണയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില പ്രോസസ്സ് പറയും. ഇതിൻ്റെ അധികാരത്തിലോട്ട് പോകുകയാണെങ്കിൽ ഇതിനെ ഒത്തിരി സ്റ്റോറി ടീമിലോട്ട് ബാക്കിലോട്ട് പോകും. അപ്പോൾ ശനി ചിന്താനെപ്പോലെ നല്ലെണ്ണ വെച്ചിട്ടാണ് അഭിഷേകം ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതൊരു വൈഡ് റേഞ്ച് വലിയൊരു ചർച്ചയാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയത് ഇത് തന്നെയാണ്. കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അതിൽ എള്ള് കൂടെ ചേർക്കുക. എള്ള് നമ്മളെ പിതൃകർമ്മങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ എള്ള് റിച്ച് ഇൻ കാൽസ്യമാണ്. അതിന് പ്രത്യേക മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് നാച്ചുറോപ്പതിയുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാം. അപ്പം നമുക്ക് ഷോർട്ടൻ ചെയ്തിട്ട് നമുക്കൊരു ടിപ്പായിട്ട് പറയാം. നമുക്ക് സാറ്റേണിന്റെ ബ്ലെസ്സിങ് കിട്ടാനും നമുക്ക് ഫോർഫാദേഴ്സിന്റെ ബ്ലെസ്സിങ് കിട്ടാനും നമ്മുടെ കർമ്മങ്ങളുടെ ദോഷം കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഫീഡിങ് ദ ബേർഡ്സ്.